ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് 7th സ്റ്റാൻഡേർഡിലെ 5th യൂണിറ്റ് അവർ എർത്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എർത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഭൂമി എങ്ങനെയാണ് ഉണ്ടായതെന്നൊന്ന് പറയണോ അല്ലേ? മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ സണ്ണിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. സണ്ണ് എക്സ്പ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് കുറേ പീസസ് പുറത്തേക്ക് വന്നു. ആ പീസസാണ് എർത്തും മറ്റു പ്ലാനറ്റ്സുമായിട്ട് ഈ സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എർത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എർത്തിനൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ? ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് എന്ത് സംഭവിച്ചു? കട്ടി കൂടിയ സബ്സ്റ്റൻസ് എർത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോവുകയും കട്ടി കുറഞ്ഞ സബ്സ്റ്റൻസ് എർത്തിൻ്റെ മുകൾ ഭാഗത്ത് തങ്ങി നിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ എർത്ത് ഫോം ചെയ്തത് കേട്ടോ. സണ്ണിൽ നിന്ന് അടർന്നു മാറിയ ഒരു റോക്കാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ എർത്ത്. ആ എർത്ത് ഇങ്ങനെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് തന്നെയായിരുന്നു, റോക്ക് തന്നെയായിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ റോക്ക് ഇടയ്ക്കിടയ്ക്കുന്ന വോൾക്കാനിക് ഇറപ്ഷൻസ് പറഞ്ഞ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലാവകളെല്ലാം പുറത്തേക്ക് വന്നു. ഈ ലാവകൾ പുറത്തോട്ട് വരുന്നതിനൊപ്പം തന്നെ കുറേ ഗ്യാസും പുറത്തോട്ട് വന്നു. ആ ഗ്യാസിൽ നിന്ന് ക്ലൗഡ്സ് ഫോം ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ എർത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ക്ലൗഡ്സ് ഇങ്ങനെ ഫോം ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ക്ലൗഡ്സ് ഒക്കെ തണുത്ത് കണ്ടിന്യൂസ് ആയിട്ട് റെയിൻഫോൾ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എർത്തിൻ്റെ മുകൾ ഭാഗം ഒരിക്കലും ഈവൻ അല്ല, ഒരേപോലെ ഉള്ളതല്ല. കുഴികളുണ്ട്, വലിയ വലിയ കുന്നുകൾ പോലെയുണ്ട്. അങ്ങനെ അൺഈവൻ ആയിട്ടുള്ള ഒരു സർഫേസ് ആയിരുന്നു നമ്മുടെ എർത്തിനുണ്ടായിരുന്നത് കേട്ടോ. ക്ലൗഡ്സ് ഫോം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഈ ക്ലൗഡ്സ് പിന്നെ എന്തായിട്ട് മാറി? കണ്ടിന്യൂസ് റെയിൻഫോളിന് കാരണമായിട്ട് മാറി. അങ്ങനെ വർഷങ്ങളോളം കണ്ടിന്യൂസ് റെയിൻഫോൾ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ കുഴിവുള്ള പ്രദേശങ്ങളുണ്ട്. ആ കുഴിവുള്ള പ്രദേശങ്ങളിലൊക്കെ മഴവെള്ളം നിറഞ്ഞാണ് ഇപ്പോൾ കാണുന്ന ഓഷ്യൻസൊക്കെ ഉണ്ടായത്. ഇനി നമ്മൾ ഇൻറ്റീരിയർ ഓഫ് ദ എർത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഭൂമിയുടെ സ്ട്രക്ചർ, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ആ സ്ട്രക്ചർ, അത് കുറേ ലെയേഴ്സ് ആയിട്ടാണുള്ളത്. ഭൂമിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ 4 ലെയേഴ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രസ്റ്റ്, മാൻറ്റെയിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ, ഇങ്ങനെ 4 ലെയർ ആയിട്ടാണ് ഭൂമിയുടെ സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഓരോ ലെയറും ഡീറ്റെയിൽ ആയിട്ട് നോക്കാതെ നമുക്ക് ക്രസ്റ്റിനെ കുറിച്ച് പറയാം. ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ആ ലെയർ തിൻ ലെയറാണ്. ഈ ലെയർ ശരിക്കും ഉണ്ടായിരിക്കുന്ന റോക്ക് വെച്ചിട്ടാണ് കേട്ടോ. ക്രസ്റ്റിന് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും മറ്റൊന്ന് ഓഷ്യാനിക് ക്രസ്റ്റും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ താമസിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓഷ്യൻസിൻ്റെ അടിയിലുള്ള ക്രസ്റ്റിനെ നമ്മൾ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിൽ തിക്കറായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. തിക്കർ ക്രസ്റ്റാണ്. അതിൻ്റെ ആവറേജ് തിക്നെസ് ഏകദേശം 30 കിലോമീറ്റേഴ്സോളം വരും. ഇനി മൗണ്ടനൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ അതിൻ്റെ തിക്നെസ് 70 കിലോമീറ്റേഴ്സോളം വരും. ഓഷ്യാനിക് ക്രസ്റ്റിലാണെങ്കിലോ അതൊരു തിന്നർ ക്രസ്റ്റാണ്. അതിൻ്റെ ആവറേജ് തിക്നെസ് ഒരു 5 കിലോമീറ്റേഴ്സോളം വരുള്ളൂ. അപ്പോൾ നമുക്ക് ക്രസ്റ്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലേ? ക്രസ്റ്റ് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ലെയർ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഓക്കെ. മൈൻ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. മൈൻ ഖനികളല്ലേ, നമ്മൾ ഗോൾഡ്, അങ്ങനെ കോള്, പിന്നെ എന്താണ് പെട്രോളിയം പ്രൊഡക്ട്സ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ മൈൻ ചെയ്യാറുണ്ടല്ലേ. ഈ ലോകത്തിൽ ഇതുവരെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള മൈനിൻ്റെ ഡെപ്ത് വെറും 12 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരിക്കൽ പോലും ഈ സർഫേസിലുള്ള ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്, ഉൾഭാഗത്ത്, അതെന്ന് വെച്ചാൽ 6371 കിലോമീറ്റേഴ്സോളം ഉള്ളിലോട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് എർത്തിൻ്റെ ഉൾഭാഗത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും, പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയതെന്ന്. എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് ഈ വോൾക്കാനിക് എറപ്ഷൻസിലൂടെ വരുന്ന ആ ലാവയെല്ലാം പരിശോധിച്ച് അതിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് എല്ലാം അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ സ്റ്റഡിയൊക്കെ നടത്തുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുന്നത് അല്ലേ? അതേപോലെ മൈനിൽ നിന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോൾ, അത് എർത്ത് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുള്ള വേവ്സ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ എർത്തിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് കേട്ടോ. അടുത്തതായി നമുക്ക് ക്രസ്റ്റിന് തൊട്ട് താഴെയുള്ള ലെയർ മാൻറ്റെയിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അത് ഒരു തിക്ക് ലെയറാണ്. അതിൻ്റെ ആവറേജ് തിക്നെസ് തന്നെ 2900 കിലോമീറ്റേഴ്സോളം വരും കേട്ടോ. ഈ മാൻറ്റെയിൽ എന്ന് പറഞ്ഞ ആ ഒരു ലെയർ. ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് ദ മാൻറ്റെയിലിനെയും കൂടി അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ എന്നാണ്. ലിത്തോസ്ഫിയറിലാണ് നമ്മളെപ്പോലുള്ള എല്ലാ ലിവിങ് തിങ്സും ജീവിക്കുന്നത്.
ഓക്കെ, ഇനി ആ ലിത്തോസ്ഫിയറിൻ്റെ തൊട്ട് താഴെയുള്ള പാർട്ടിനെ ഈസ്റ്റിനോസ്ഫിയർ എന്ന് പറയും. ഈസ്റ്റിനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ റോക്ക് മെൽറ്റ് ചെയ്ത് കിടക്കുന്ന മാഗ്മ എന്നുള്ള സ്റ്റേറ്റിലുള്ളതാണ് ഈസ്റ്റിനോസ്ഫിയർ. റോക്ക് മെൽറ്റ് ചെയ്തെടുക്കുന്ന മാഗ്മ അല്ലേ. അപ്പോൾ ഈ ഈസ്റ്റിനോസ്ഫിയറിൻ്റെ തൊട്ട് താഴെയുള്ള പ്ലേസ് എങ്ങനെയായിരിക്കും? അതൊരു സോളിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് തന്നെയായിരിക്കും. അപ്പോൾ മാൻറ്റിലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയാലോ എല്ലാവർക്കും. അടുത്തതായി നമ്മൾ എർത്തിൻ്റെ ഇൻറ്റീരിയർ ലെയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഉൾഭാഗത്തെ ലെയറിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. അതാണ് കോറ്. കോറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഔട്ടർ കോറ്, മറ്റൊന്ന് ഇന്നർ കോറ് കേട്ടോ. കോറ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഔട്ടർ കോറ്, ഇന്നർ കോറ്. ഔട്ടർ കോറ് ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ഇന്നർ കോറോ അതൊരു സോളിഡ് സ്റ്റേറ്റാണ്. ഇന്നർ കോറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ അറിയപ്പെടുന്നത് 5500 ഡിഗ്രി സെൽഷ്യസോളം ചൂടുള്ളതാണ് എന്നാണ് പറയുന്നത്. 5500 ഡിഗ്രി സെൽഷ്യസ്. 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമുക്ക് ഒന്ന് വെള്ളം ചൂടാക്കണമെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണം? 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ വെള്ളം തിളക്കും അല്ലേ. അപ്പോൾ 5500 ഡിഗ്രി സെൽഷ്യസ് അത്രയും ചൂടുള്ളതാണ് നമ്മൾ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഈ കോർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തത്രയും ചൂടാണല്ലേ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നർ കോർ ഉണ്ടാക്കിയിട്ടുള്ളത് മെറ്റൽസ് വെച്ചിട്ട്, അതായത് നിക്കലും അയോൺ, അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട മെറ്റൽസ് കൊണ്ടാണ് ഈ ആക്ച്വലി കോറ് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിക്കലിന് Ni എന്നും അയേൺ Fe എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ആ ഒരു കാരണത്താൽ നമ്മുടെ കോറിന് മറ്റൊരു പേരും കൊണ്ട് NiFe എന്നുള്ള പേരിലൂടെ നമ്മുടെ കോറ് അറിയപ്പെടുന്നു കേട്ടോ. ഓക്കെ.